പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരെയും മക്കൾക്ക് വേണ്ടിയുള്ള ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് ഈശോയുടെ നാമത്തില് വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛന് പ്രത്യേകം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതകൾ തിരിച്ചറിഞ്ഞ് മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം വിളിച്ചപ്പോ ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വലിയ ത്യാഗത്തെ ഓർത്ത്, സഹനത്തെ ഓർത്ത്, സമയത്തെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. കർത്താവായ ദൈവം കനിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ, മോചിപ്പിക്കട്ടെ, വിടുവിക്കട്ടെ. അതിലൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും ലോകം മുഴുവനും അനുഗ്രഹത്തിന്റെ വലിയ അഭിഷേകം നിറയപ്പെടുവാൻ ഇടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമുക്കിന്ന് ഈ വിമോചന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി അച്ഛൻ പറയുകയാണ്, നിങ്ങൾ പങ്കെടുക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അനേകം മക്കൾക്ക് പകർന്നു കൊടുക്കുക, അനേകം മക്കളോടും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ആയിരങ്ങൾ ഒരുമിച്ച് മക്കൾക്ക് വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ. ദൈവം അതിനായി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളുടെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. അതെല്ലാം നിർവീര്യമായി പോകട്ടെ. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അങ്ങയുടെ കൃപയാൽ നിറച്ച്, പരിശുദ്ധാത്മാവിനാൽ നിറച്ച് വലിയ സൗഖ്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും വിടുതലും സ്വാതന്ത്ര്യം നൽകി അനുഗ്രഹിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇവിടെ മക്കളെ, സ്വർഗത്തിന്റെ വലിയ സഹായം നമുക്ക് ആവശ്യപ്പെടാം. സ്വർഗത്തിന്റെ വലിയ പരിപാലന, സ്വർഗത്തിന്റെ കാവൽ, മാലാഖമാരുടെ സംരക്ഷണം, വിശുദ്ധരുടെ കൂട്ടായ്മ എല്ലാം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധ യോസേപ്പ് പിതാവിനോട് ചേർന്ന് നമുക്ക് സ്വർഗത്തിന്റെ വലിയ സാന്നിധ്യ സഹായത്തില് ആയിരുന്നുകൊണ്ട് നമുക്ക് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മധ്യസ്ഥം നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങു തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ ഒരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ട ജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ മേലിൽ ഒരിക്കലും ജനങ്ങളെ വെടിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു മേഖല, അഹങ്കാരത്തിന്റെ ദുരാത്മാവ് കയറി അനേക മക്കളെ ഇന്ന് നശിപ്പിച്ചിട്ടുണ്ട്. അഹങ്കാരം, ഞാനെന്ന ഭാവം, എന്റേതെന്ന ശാഠ്യം, എനിക്കെന്നുള്ള പിടുത്തം, ഇത് വന്നിട്ട് അനേക മക്കള് ദൈവത്തെ വിട്ട് അനുസരിക്കാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എളിമ എന്ന പുണ്യം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറവ് നമ്മുടെ മക്കൾക്ക് ലഭിക്കണം. അങ്ങനെ വന്നാൽ
നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കും. അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ അനുസരിക്കും, മറ്റുള്ളവരെ കേൾക്കും. ഇന്ന് പല മക്കൾക്കും ഭയങ്കര അഹങ്കാരം, പലതിനെ കുറിച്ചും. ചിലപ്പോൾ ആരോഗ്യം, സൗന്ദര്യം, സമ്പത്ത്, സൗകര്യങ്ങൾ, ഇനി ഒന്നുമില്ലെങ്കിലും എന്തൊക്കെയോ ആണെന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ട് തന്നെ ഈ എളിമയിലേക്ക് വരണം. നമുക്കറിയാം, അഹങ്കാരം നാശത്തിന്റെ ആരംഭം ആണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അഹങ്കാരിയുടെ നാശം ഉറപ്പാണ്. കാരണം നമുക്കെന്താ അഹങ്കരിക്കാനുള്ള? ദൈവം തന്ന ദാനമാണ് ജീവിതം, മാതാപിതാക്കള്, അനേകരുടെ കഷ്ടപ്പാട്, ഇതിന്റെയൊക്കെ ഫലമാ. അതുകൊണ്ട് 1 കൊരിന്ത്യർ 4:7 കർത്താവിന്റെ വചനം പറയാം, അല്ലയോ മനുഷ്യ, ദാനമല്ലാത്തതായിട്ട് എന്തുണ്ട് നിന്റെ ജീവിതത്തില്? എല്ലാം ദാനമെന്നിരിക്കെ എന്തുകൊണ്ട് സ്വന്തം എന്ന പോലെ അഹങ്കരിക്കുന്നു? ഈ അഹങ്കാരം വന്നാണ്ടല്ലോ എല്ലാ പാപത്തിലേക്കും മനുഷ്യ മക്കൾ വീഴും. അഹങ്കാരം, ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ശരീരം ദൈവത്തിന്റെ, നമ്മുടെ അല്ല. ദൈവത്തിന്റെ കരവേല, ദൈവത്തിന്റെ വിസ്മയനീയമായ അത്ഭുതകരമായ സൃഷ്ടി, അവയവങ്ങൾ ദൈവം തന്നു, കഴിവ് ദൈവം തന്നു, എല്ലാം ദൈവത്തിന്റെ. അത് അംഗീകരിച്ച് എളിമപ്പെട്ട് ജീവിക്കണം, ദൈവത്തെ നന്ദി പറഞ്ഞ് ജീവിക്കണം. ഇനി അതില്ലാതെ വരുമ്പോ ശരീരത്തെ കൊണ്ട് പാപം ചെയ്യാനും, വ്യഭിചരിക്കാനും, ചെടിക പാപം ചെയ്യാനും, മദ്യപിക്കാനും, എന്തു ചെയ്യാനും, മറ്റുള്ളവരെ വേദനിപ്പിക്കാനും, ഉപദ്രവിക്കാനും ഒക്കെ ഇടയാകും. ശരീരം എന്റെ ആ ഒരു ചിന്ത വരും. ഇപ്പൊ സൗന്ദര്യം, ആരോഗ്യം, ഇതൊന്നും നമ്മുടെ ഇല്ല. അതിനൊന്നും ഓർത്ത് അഹങ്കരിക്കാനില്ല. ആ ഒരു എളിമ വന്നാൽ ശരീരത്തെ ദൈവത്തിൻ്റെതാണെന്നുള്ള ചിന്തയിൽ കാത്തു സൂക്ഷിക്കുമ്പോ മക്കൾ പാപം ചെയ്യില്ല. ഒത്തിരിയേറെ മേക്കപ്പ്, ഒത്തിരിയേറെ അലങ്കാരങ്ങൾ, ഒത്തിരിയേറെ ചെടിക പാപങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട ലഹരി ഒന്നും പോകത്തില്ല. ഇന്ന് എല്ലാ പാപത്തിന്റെയും മൂലപാപങ്ങളുടെ അടിസ്ഥാനപരമായ പാപമാണെന്ന് പറയാ അഹങ്കാരം എന്ന പിശാച് ബാധിച്ച മക്കൾ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഭയങ്കര അഹങ്കാര ചിന്തകള്. ഇത് എല്ലാ പാപത്തിലേക്കും, എല്ലാ നാശത്തിലേക്കും, എല്ലാ തോൽവിയിലേക്കും, എല്ലാ തകർച്ചയിലേക്കും നയിക്കുന്ന എല്ലാ പാപത്തിന്റെയും മൂല അടിസ്ഥാന പാപമാണ് അഹങ്കാരം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ അഹങ്കാരത്തിന്റെ ദുരാത്മാവ് കയറിയപ്പോ ലൂസിഫർ വീഴാനുള്ള കാരണം എന്താ? പിശാച് അവൻ വീണ് പോയത് അഹങ്കാരമാണ്. ദൈവത്തെക്കാൾ വലിയവനാണെന്ന് തോന്നല്. എല്ലാം ദാനമാണ്, ദൈവത്തിന്റെയാണ്. സർവശക്തനായ ദൈവത്തിന്റെ പരമാധികാരം അംഗീകരിച്ച് മാതാപിതാക്കളെ അനുസരിച്ച് ഒക്കെ ജീവിക്കണം. ഇന്ന് അഹങ്കാരം കയറുമ്പോ അനുസരിക്കത്തില്ല, അപ്പനെ അമ്മേനെ അനുസരിക്കത്തില്ല, അധ്യാപകരെ അനുസരിക്കത്തില്ല, ഉപദേശം സ്വീകരിക്കത്തില്ല. എപ്പോഴും ഞാൻ എന്ന ഭാവത്തില്, പിടുത്തത്തില് ഇങ്ങനെ ജീവിക്കും. പിന്നെ ഒരിക്കൽ പോലും ഒരു എളിമയുടെ വിധേയത്വത്തിന്റെ സ്വഭാവം ഉണ്ടാവത്തില്ല. അത് നാശത്തിലേക്കല്ലാതെ, തോൽവിയിലേക്കല്ലാതെ, മറ്റു പല പാപങ്ങൾക്കും ഇടയാകുന്ന തലത്തിലേക്കല്ലാതെ നന്മയിലേക്കോ വിജയത്തിലേക്കോ വിശുദ്ധിയിലേക്കോ നമ്മെ നയിക്കത്തില്ല. അപ്പൊ അതുകൊണ്ടെന്ന് നമ്മുടെ മക്കൾക്ക്, പൊതുവായിട്ട് ഒത്തിരി മക്കൾക്ക് ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു അനുസരണം അല്ലെങ്കിൽ ഒരു വിധേയത്വം, ഒരു ഉപദേശം സ്വീകരിക്കാൻ പറ്റില്ല. അവർക്ക് അതിൽ പറഞ്ഞ അവരെ എന്ത് തൊട്ടു, എന്തിനാ എന്നോട് ഇങ്ങനെ പറയുന്നത്, എന്തിനു വേണ്ടി എന്നെ തല്ലിയ, എന്തിനാ വഴക്ക് പറയുന്നത്? വഴക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഗുണദോഷങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. ചെറിയ ശിക്ഷ പോലും അംഗീകരിക്കാൻ പറ്റില്ല. അഹങ്കാരമാണ്. ഇത് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ നാശത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ഈ അഹങ്കാരത്തിന്റെ ദുരാത്മാവ്, ഇതൊരാത്മാവാ മക്കളെ. അഹങ്കാരത്തിന് ഈ ആത്മാവ് കയറി നമ്മുടെ മക്കളെ ഇതുപോലെ നശിപ്പിച്ചിരിക്കുമ്പോ നമുക്ക് യേശുനാമത്തിൽ എന്ന് പ്രാർത്ഥിക്കാം. അഹങ്കാരത്തെ, ദുരാത്മാവിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നമ്മുടെ മക്കളെ വിമോചിപ്പിക്കാം. മാത്രമല്ല, എളിമയുടെ പരിശുദ്ധാത്മ ശക്തി, എളിമ എന്ന പുണ്യം നമ്മുടെ മക്കളിൽ നിറയണം. എളിമപ്പെട്ട് ജീവിക്കട്ടെ. അത് നന്ദിയിലേക്ക് നയിക്കും, അത് സ്നേഹത്തിലേക്ക് നയിക്കും, അത് വിശുദ്ധിയിലേക്ക് നയിക്കും, അത് അനുസരണത്തിലേക്ക് നയിക്കും. അത് എവിടെയും താണു നിൽക്കുന്ന പരിശുദ്ധാമ്മയെ നോക്കി, ഇതാ കർത്താവിന്റെ ദാസി, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ആ എളിമയോടെ കർത്താവിന് ശക്തി സ്വീകരിച്ച് കൃപയ്ക്കുമേൽ കൃപയിൽ വളരുവാൻ വിശുദ്ധർക്കും പരിശുദ്ധ അമ്മയ്ക്കും യൗസപിതാവിനും ഒക്കെ സാധിച്ചതുപോലെ നമ്മളും നമ്മുടെ മക്കളും എളിമയില് ശക്തിപ്പെടട്ടെ. അതിന് വിരുദ്ധമായി നിൽക്കുന്ന അഹങ്കാരത്തിന് ദുരാത്മ ശക്തികളെ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ വിമോചന പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മയും നമ്മുടെ മക്കളെ പ്രത്യേകിച്ചും അനുഗ്രഹിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വലിയ പ്രാർത്ഥനയോടെ ഈ ആരാധനയില് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അഹങ്കാരത്തിന്റെ ദുരാത്മാവിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് നമുക്ക് ഈ വിമോചന പ്രാർത്ഥന പ്രാർത്ഥിക്കാം. ഇവ നാം എല്ലാവരും അനുഗ്രഹിക്കട്ടെ മക്കളെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഹങ്കാരത്തിന്റെ ദുരാത്മാവ് കേറി എളിമയില്ലാതെ ഞാനെന്ന ഭാവത്തില് വലിയ വാശിയിലും വെറുപ്പിലും വൈരാഗ്യത്തിലും അഹങ്കാരത്തിലും ജീവിക്കുന്ന ഞങ്ങളെല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ ദാനമാണ് ശരീരം, അങ്ങ് തന്ന ദാനമാണ് ജീവൻ, അങ്ങ് തരാത്തതായിട്ട് ഒന്നുമില്ല. ആ എളിമയോട് കൂടി കർത്താവേ അങ്ങയുടെ മക്കൾ വ്യാപരിക്കട്ടെ. ആരെയും അംഗീകരിക്കാനോ ഉപദേശം സ്വീകരിക്കാനോ പറ്റാത്ത വിധത്തില് അഹങ്കാരത്തിന്റെ ദുരാത്മാവ് വാശിയിലേക്കും ജഡികാസക്തിയിലേക്കും പാപങ്ങളിലേക്കും അകൃത്യങ്ങളിലേക്കും തിന്മകളിലേക്കും മറ്റെല്ലാ പാപങ്ങളിലേക്കും ഞങ്ങളുടെ മക്കളെ നയിച്ചിരിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. മൂലപാപത്തിന്റെ അടിസ്ഥാനമായ കാരണമാണല്ലോ അഹങ്കാരം. എല്ലാ പാപത്തിന്റെയും കാരണം അഹങ്കാരമാണെന്ന സത്യം ഞങ്ങൾ അറിയുന്നു. ഈശോയെ, പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എളിമയുടെ അഭിഷേകത്താൽ നിറച്ച് ഞങ്ങളുടെ മക്കളെ ദൈവാശ്രയത്വത്തിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കണമേ. അഹങ്കാരി ഒരിക്കലും എളിമപ്പെട്ട് പ്രാർത്ഥിക്കില്ല, ദൈവത്തെ ആശ്രയിക്കത്തില്ല, ഉദാശകൾ സ്വീകരിക്കത്തില്ല. കർത്താവെ, അഹങ്കാരി അവരിൽ തന്നെ പൂർണ്ണനാണെന്ന് കരുതുമ്പോ കർത്താവെ അങ്ങേ കൂടാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന സത്യം അവൻ വിസ്മരിക്കുമല്ലോ. ഈശോയെ, അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ മക്കൾ അഹങ്കാരത്തിന്റെ മൂർധന്യാവസ്ഥയില് ദൈവത്തെ പോലും വേണ്ടെന്നുള്ള അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. മാതാപിതാക്കൾ വേണ്ട, ഉദാശ വേണ്ട, അങ്ങയെ വേണ്ട എന്ന് പറയത്തക്ക രീതിയിൽ പിശാച് ഞങ്ങളുടെ മക്കളെ അടിമപ്പെടുത്തിയിരിക്കുന്നു. കർത്താവേ, ഈ അഹങ്കാരത്തിന്റെ ദുരാത്മാവിനെ യേശുവേ അങ്ങയുടെ നാമത്തില് ബന്ധിച്ച് ബഹിഷ്കരിച്ച് അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ നിർവീര്യമാക്കണമേ. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പാദത്തിങ്കൽ അഹങ്കാരത്തിന്റെ ദുരാത്മാവ് കയറി പിശാചിനാധിപത്യത്തിന്റെ സർപ്പത്തെ അങ്ങ് തകർത്തല്ലോ. അതുപോലെ അഹങ്കാരത്തിന്റെ ദുരാത്മാവിനെ ബന്ധിച്ച് കുരിശിൻ ചുവട്ടിൽ നിർവീര്യമാക്കി കർത്താവേ ഞങ്ങളുടെ മക്കളെ വിടുവിക്കണമേ. എളിമയില്, വിശ്വാസത്തില്, ദൈവബന്ധത്തില്, കുടുംബത്തോട് ചേർന്ന് അനുസരിച്ച് വിധേയത്തിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകത്തക്ക വിധത്തിൽ വലിയൊരു വിടുതലും വിമോചനവും ഇന്നേ ദിനം ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും നൽകണമേ. ഒപ്പം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വിമോചന പ്രാർത്ഥനയിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ കുരിശിനാല് എല്ലാ മക്കളും നെറ്റിയിൽ മുദ്ര വയ്ക്കുക. ഏറ്റവും എളിമയോടെ വിശ്വാസ പ്രമാണത്തിന് നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ
വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. വിമോചന പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ സമയം കർത്താവിന് ശക്തമായ ഇടപെടലിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും മറ്റെല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ടും എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും അഹങ്കാരത്തിന്റെ ദുരാത്മാക്കളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്തു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ആദിവ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകളും അഹങ്കാരവും തന്നിട്ട സ്വഭാവങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവിഷ ശക്തികളെ, വശീകരണ യന്ത്രങ്ങളെ, ഭക്ഷണത്തോടെ കയറി വന്ന പൈശാചിക ശക്തികളെ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഇവയെല്ലാം ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിന്റെ കുരിശിന്റെ പാദത്തിങ്കിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഇവയൊന്നും ഞങ്ങളുടെ മക്കളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ വികാരങ്ങളെയോ തീരുമാനങ്ങളെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും അഹങ്കാരത്തിന്റെ എല്ലാ പൈശാചികതയിൽ നിന്നും ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും എല്ലാ ദുശീലങ്ങൾക്കും ദുഷ്പ്രവർത്തികൾക്കും അഹങ്കാരത്തിനും കാരണമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും തിന്മയുടെ എല്ലാ സ്വാധീനത്തിൽ നിന്നും കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഈ മക്കളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞാൻ മോചിക്കുകയും കർത്താവിന്റെ സ്വന്തമായി ഈ മക്കളെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഈ മക്കൾ കർത്താവെ അങ്ങയുടെ സ്വന്തമായിരിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഇവരിൽ ആവസിച്ച് എളിമയുടെ അഭിഷേകത്താൽ നിറച്ച് അവിടുത്തെ വരദാന ഫലങ്ങളാൽ ഇവരെ നിറയ്ക്കട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളുടെ മക്കൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും മാധ്യസ്ഥവും സാന്നിധ്യം സംരക്ഷണം ഇവർക്ക് ഞങ്ങളുടെ മക്കൾക്ക് കാരണമായിരിക്കട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് കാവലായിരിക്കട്ടെ. അങ്ങനെ ഇവർ എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും മോചിതരായി അഹങ്കാരത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് എളിമയാൽ നിറയപ്പെട്ട് അങ്ങയ്ക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ മഹത്വത്തിന്റെ കൃപയുടെ ഉപകരണങ്ങളായിട്ട് മാറി അങ്ങയുടെ നാമത്തിന്റെ ശക്തി പ്രഘോഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ എല്ലാ മക്കളെയും ഏറ്റവും സ്നേഹത്തോടെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു.
ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളെ ആ ശാന്തതയിലേക്കും എളിമയിലേക്കും നയിക്കണമേ. അഹങ്കാരത്തിന്റെ എല്ലാ ഭാവങ്ങളും എല്ലാ ചിന്താഗതികളും ഞങ്ങളുടെ മക്കളെ വിട്ടുമാറി പോകട്ടെ. അഹങ്കാരത്തിന്റെ ആത്മാവിനെ ഒരിക്കൽ കൂടി ബന്ധിച്ച് അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. നിത്യ നരകത്തിലേക്ക് തള്ളുന്നു. ഞങ്ങളുടെ മക്കൾ പരിശുദ്ധാത്മാവിനാൽ മാത്രം എളിമയോടെ നയിക്കപ്പെടട്ടെ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം വ്യക്തിപരമായി പ്രാർത്ഥിക്കും. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ആശീർവാദത്തിലൂടെ അഹങ്കാരത്തിന്റെ എല്ലാ ശക്തിയും നീക്കപ്പെട്ട് എളിമയാൽ നിറയപ്പെട്ട് ശാന്തതയിലും വിശുദ്ധിയിലും ഞങ്ങളുടെ മക്കൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഏറ്റവും എളിമയോടെ നന്ദിയുള്ള മക്കളാക്കി മാറ്റണമേ. അങ്ങയുടെ കൃപ എളിമയോടെ സ്വീകരിച്ചുകൊണ്ട് ഒത്തിരിയേറെ അനുഗ്രഹമായി മാറുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. ആമേൻ.